പുതിയ താമസക്കാർക്ക് ഞാൻ ഇടക്കര പ്രാർത്ഥിക്കുന്നത് പള്ളിയുടെ അടുത്ത് ആണ് താമസം. പേര് അബ്ദുൽ നാസർ. ഇവിടെ ജോലി സൈക്കിളിൻ്റെ തൊട്ടടുത്ത് ചെന്തുമണിൻ്റെ ഓപ്പോസിറ്റ് സാറ സൂപ്പർ മാർക്കറ്റിൻ്റെ മുകളിലെ ഓഫീസിൽ ജിബോയായി ജോലി. ഞാൻ പോയി താമസത്തിലാണ് 4 വർഷമായിട്ട് താൽപ്പത്തേക്ക് ഇവിടെ വീഡിയോയിലേക്ക് ഒന്ന് എൻ്റെ പേര് സലാഹുദ്ദീൻ. കമ്പളകല്ലിലെ താമസം. ഇവിടെ ഞാൻ അയ്യാട് ടീം വിളിക്കും. ഇടക്കര മൂന്നൂറ ആശുപത്രിയിനടുത്ത് താമസിക്കുന്നു. ഇവിടെ ഒരു കമ്പനി ജോലി ചെയ്യുന്നു. 5 വർഷമായി. കോഴിക്കോടും പാലക്കാട് താമസം പുളിക്കലങ്ങാടി. ഇവിടെ ഒരു വെൽക്കം ട്രസ്റ്റ് കമ്പനിയിൽ ജോലി പോയിട്ടില്ല. നമ്മുടെ പാട്ടപ്പാട പഞ്ചായത്തിലാണ്. ഞാൻ നജീബ് താമസിക്കുന്നു. ഇവിടെ എട്ടങ്ങൽ വഴിക്കടവിൽ താമസിക്കുന്നു. ഇവിടെ മദൻ ഫാദിൽ ഉള്ള കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഒരു ജോലി ചെയ്യുന്നു. പണിക്കർ പറയുമ്പോൾ പറഞ്ഞില്ല. കുന്നങ്ങളില്ലാത്ത മേപ്പനൊക്കെ ഞാൻ ഇല്ലാത്തൊരു വീഡിയോ ഇത് ഒന്നാണ്ട് അതിനുമായി ഇതാവഴിക്കട പ്രവാസി കൂട്ടായ്മയുടെ പ്രസിഡന്റ് അബൂബക്കർ സ്വാഗതം. നമ്മൾ ആദ്യമായി നമ്മുടെ കൺവീനർ, ബഹുമാനപ്പെട്ട കൺവീനർ, ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി, ജീവയുടെ പ്രവർത്തകരെ, നമ്മൾ ഇതിനു മുമ്പേ പല പ്രാവശ്യവും ഇവിടെ എക്സിക്യൂട്ടീവും ഒരു പ്രാവശ്യം ജനറൽ ബോഡിയും കൂടിയിട്ടുള്ളതാണ്. അന്ന് എല്ലാവരെയും അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പത്രത്തിലും പിന്നെ ഏറെക്കുറെയൊക്കെ നേരിട്ടും വിളിച്ചു പറഞ്ഞിരുന്നു. എന്നിട്ടും അറിഞ്ഞില്ല, അറിയിച്ചില്ല എന്ന് കംപ്ലൈൻറ്റുള്ള ആൾക്കാരുണ്ട്. ഒരു പരിധിവരെയൊക്കെ അത് പരിഹരിക്കാൻ വേണ്ടി കഴിയാവുന്നതിന് പരമാവധിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യവും അതുപോലെ പത്രത്തിൽ അലോട്ട് ചെയ്തതാണ്. ആദ്യം കൂടി ജനറൽ ബോഡിയിൽ കൂടി അത്ര ആൾ പോലും ഇപ്പം അല്ല എന്ന് തോന്നുന്നു. അത്ര തന്നെ എല്ലാം തോന്നുന്നു. അത് മാർച്ചിൽ പുനഃസംഘടിപ്പിക്കണം എന്നൊക്കെ ആദ്യ രൂപം കൊടുത്ത് അന്ന് പറഞ്ഞിരുന്നതാണ്. അത് പ്രകാരം പിന്നെ ഞാനിവിടുന്ന് ട്രാൻസ്ഫർ ആയത് പ്രകാരം എൻ്റെ സ്ഥാനം ഒഴിയൽ നിർബന്ധമാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ പ്രസിഡന്റ് സ്ഥാനത്തോടെ ഇരിക്കുകയും ചെയ്യുക,
എൻ്റെ വർക്ക് അറിയാതെ ആകുമ്പോൾ ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെ വൈസ് പ്രസിഡന്റുമാരൊക്കെ ഉണ്ട് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അഭിമാനിക്കാവുന്ന തരത്തിലുള്ള ഒന്ന് രണ്ട് പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുമുണ്ട്. പിന്നെ വലിയ വലിയ പ്രശ്നം നമ്മളെ കഴിഞ്ഞുപോയ പ്രവർത്തനത്തിൻ്റെ വിലയിരുത്തലെല്ലാം സെക്രട്ടറിയുടെ ഇൻഷാല്ലാ അവതരിപ്പിക്കും. അതുപോലെ പുതിയൊരു കമ്മിറ്റിക്ക് ഇന്ന് രൂപം നൽകണം. അതിന് നമ്മൾ ഒരു പാനൽ നൽകുക, അല്ലെങ്കിൽ എല്ലാവരും കൂടി കൂട്ടായിട്ട് സെലക്ട് ചെയ്യുക. 2 പാനലാണ് ഏറെക്കുറെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആ 2 പാനലിൽ നിന്നും എടുക്കാം. 2 പാനലായിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിക്കരുത്. കൊടുക്കുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം കൊടുത്തതാണത്. അതുപോലെ എല്ലാ ഏരിയയും ഉൾപ്പെടുത്തിയിട്ട്, അതായത് ജില്ലയിൽ ഇപ്പോൾ താമസിക്കുന്നവർ പലരും പല ഭാഗത്തായിരിക്കും. എല്ലാവരും ഇപ്പോൾ തറപ്പിയെ കേന്ദ്രീകരിച്ചോ അപ്പോൾ അതിന് പറ്റാവുന്ന ഓരോരുത്തരെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അത് വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് എക്സിക്യൂട്ടീവ് വിളിക്കുമ്പോൾ ജനറൽ ബോഡി എന്ന് പറഞ്ഞാൽ കൊല്ലത്തിലൊരിക്കൽ അല്ലെങ്കിൽ പല അത്യാഹിതങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ എല്ലാവരും പെട്ടെന്ന് കൂട്ടി കൂടുന്ന സമയങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജനറൽ ബോഡി എക്സിക്യൂട്ടീവ് കൂടുമ്പോൾ നിർബന്ധമായിട്ടും ഈ തെരഞ്ഞെടുക്കപ്പെട്ടവർ വരണം. അതിന് പറ്റാവുന്നവരെ മാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളൊരു എക്സിക്യൂട്ടീവ് വിളിക്കുക. അത് കഴിയുന്നതും ആദ്യം തീരുമാനിക്കുക, ഇന്ന മാസത്തിലെ എത്രാമത്തെ വെള്ളിയാഴ്ച അല്ലെങ്കിൽ എത്രാമത്തെ വ്യാഴാഴ്ച എല്ലാവർക്കും സൗകര്യപ്പെടുന്ന ഒരു ദിവസം നോക്കിയിട്ട് ആ ദിവസം എല്ലാ മാസം അതേ ദിവസമാക്കാം. അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ സംഘടനകൾ പ്രവർത്തിക്കുന്നവർക്ക് അവർ പരിപാടികൾ ഉണ്ടെങ്കിൽ പറയാനില്ല, ഇന്ന വെള്ളിയാഴ്ച പറ്റൂല കേട്ടോ. ഇപ്പോൾ ഒരു വെള്ളിയാഴ്ച ആദ്യ മാസത്തിലെ ആദ്യത്തെ 2ാമത്തെ വെള്ളിയാഴ്ച ഉദാഹരണം ഞാൻ പറയാം. വെക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, മറ്റൊരു ഇതാകുമ്പോൾ 2ാമത്തെ വെള്ളിയാഴ്ചയാണെങ്കിൽ പറ്റില്ല, നിങ്ങൾ ആ ദിവസം മാറ്റി നിശ്ചയിക്കാൻ പറ്റുകയാണെങ്കിൽ സൗകര്യപ്പെടുകയാണെങ്കിൽ ചെയ്താൽ എനിക്ക് സഹായിക്കാൻ പറ്റുന്ന വേറെ വല്ല പരിപാടികൾ ഉണ്ടാകാൻ മുൻകൂട്ടി പറയാൻ കഴിയും. അപ്പോൾ അതിന് പറ്റാവുന്ന വിധത്തിൽ നമ്മൾ അതിന് ഉപകാരപ്പെടുന്ന നൽകിയിട്ട് വേണം പോകാൻ ഈ കമ്മിറ്റി തിരിച്ച് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ. പിന്നെ ഇതിനൊന്നും എനിക്ക് കഴിയില്ലട്ടോ, അതായത് ഇന്ന പെടുത്താന്ന് ആദ്യം ഊരിപ്പോകാന്ന് വിചാരിച്ചിട്ട് ആരും ചെയ്യരുത്. കാരണം നമ്മുടെ അല്ലെങ്കിൽ ഇന്ന് ഔദ്യോഗികമായിട്ട് ക്ഷണിച്ചില്ല എന്നുള്ളത് വെക്കാതെ ഔദ്യോഗികമായിട്ട് ക്ഷണിക്കാൻ നമ്മളിവിടെ സെക്രട്ടറിനെ തിരഞ്ഞെടുക്കും. ആ സെക്രട്ടറിക്ക് ഒഴിവില്ല എങ്കിൽ അദ്ദേഹം ജോയിന്റ് സെക്രട്ടറിമാരുണ്ടാവും.